നിനക്കറിയാം രജനു, മുത്തിയമ്മയ്ക്ക് നമ്മൾ രണ്ടാളും സ്വന്തം മക്കളെ പോലല്ലേ. നിനക്ക് ഒരു ദോഷം വരാൻ പാടില്ലെന്ന് കരുതിയിട്ടില്ലേ മുത്തിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ എനിക്ക് അറിയാൻ കരുമ. മക്കളില്ലാത്ത സങ്കടം മുത്തിയമ്മ മറക്കുന്നത് നമ്മളെ മുമ്പിൽ കാണുമ്പോഴാ. സത്യമായിട്ട് ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. നമ്മുടെ കുഞ്ഞിന്റെ മുഖം കാണാൻ എനിക്കും ഉണ്ടാവില്ലേ ഒത്തിരി ആശ. അതിനു വേണ്ടിയല്ലേ കരുമ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ ഒന്നായത്. നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ ഈ ദേഹത്ത് ജീവനുണ്ടാത്തില്ല ചിന്നു. എന്തിനാ കരുമ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നത്? നീ നോക്കി, അപ്പന്റെ സംസാരം കേട്ട് വേദനിക്കുന്ന ഒരാള് എന്റെ വയറ്റിലുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. നീ എന്റെ മകൾക്ക് ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ ചിന്നു? ആഹാ, മകളാണെന്ന് ഒരാളങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? അതെ, മകള് തന്നെയാ, ഒരു കൊച്ചു ചിന്നു. വേണ്ട കരുമ, എന്നെ പോലൊരു പെണ്ണ് ഇനി വേണ്ട. പെണ്ണായി ജനിച്ചതിന്റെ വേദനയും അപമാനവും എല്ലാം ചില്ലറയല്ല ഞാൻ അനുഭവിച്ചത്. എന്തനുഭവിച്ചാലും എൻ്റെ ചിന്നുവിൻ്റെ കൂടെ എന്നും ഞാൻ ഉണ്ടായിരുന്നില്ലേ, ഇനിയും ഞാനുണ്ടാവും. നമുക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞ് നിന്നെപ്പോലെ ബുദ്ധിമതിയായ ചുണക്കുട്ടി തന്നെയാവണം. അവളെ ഞാൻ പഠിപ്പിച്ച് മിടുക്കിയാക്കും. നമുക്ക് നേടാൻ കഴിയാത്തൊക്കെ നമ്മുടെ മോക്ക് നേടിക്കൊടുക്കുന്ന ചിന്നു. വേണ്ടേ? അപ്പച്ചന്റെ വിവരമൊന്നും ഇനിയും കിട്ടിയില്ല സെലീന? ഇല്ല, പക്ഷേ അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി. ബോബന്റെ അപ്പച്ചൻ തനിച്ചല്ല. എന്നുവെച്ചാ? അപ്പച്ചന്റെ അവസ്ഥ അറിയാലോ, ഇടയ്ക്കിടെ മാനസിക വിഭ്രാന്തി ഉണരുന്ന സ്ഥിതി. അത്തരം അവസ്ഥയിൽ മറ്റുള്ളവരെ കാണാതെ ഒളിച്ചിരിക്കാനോ സ്വയം നിയന്ത്രിക്കാനോ ഒരു മനോരോഗിക്ക് പറ്റത്തില്ല. അതിന്റെ അർത്ഥം അപ്പച്ചനെ വേറെ ആരോ കൃത്യമായി സംരക്ഷിക്കുന്നുണ്ടെന്ന. അല്ലായിരുന്നെങ്കിൽ ഇതിനെത്രയോ മുമ്പ് തന്നെ ബോബന്റെ അപ്പച്ചൻ പോലീസിന്റെ കണ്ണിപ്പെട്ടേനെ. പക്ഷേ അങ്ങനെ ഇപ്പൊ അപ്പച്ചനെ സംരക്ഷിക്കുന്ന ആരാ സെലീന? ആരാണെന്ന് ഊഹിക്കാനേ പറ്റൂ. മിത്രമല്ലെങ്കിൽ ശത്രു ആവാനും മതി. ശത്രു അപ്പച്ചനെ സംരക്ഷിക്കാനോ? അതെ, കാര്യസാധ്യത്തിനു വേണ്ടി, സ്വത്തുക്കൾക്ക് വേണ്ടി. അങ്ങനെ ആർക്കും കൈക്കലാക്കാൻ പറ്റുന്ന ഒരു വലിയ സ്വത്ത് ബോബന്റെ അപ്പച്ചന്റെ കയ്യിലുണ്ട്. ത്രേസ്യാമ്മച്ചിയുടെ സ്വത്ത്. പക്ഷേ അതറിയാവുന്ന ശത്രു എന്ന് പറയുമ്പോ ആ സ്വത്തിനു വേണ്ടി ആകെ ഉടക്കിയത് കൃഷ്ണപിള്ള അപ്പനും അർജുൻ അങ്കിളുമാണ്. യെസ്, അത് തന്നെ അതിന്റെ സൂത്രവാക്യം. അപ്പൂപ്പൻ ഏതായാലും ബോബന്റെ അപ്പച്ചനെ ഒളിവി താമസിപ്പിക്കത്തില്ല. പിന്നുള്ളത് അർജുനും വല്ലിച്ചന. അതിനുള്ള സാധ്യത ഏതാണ്ട് 90%. കാരണം വല്ലിച്ചന്റെ മോൻ നിതിൻ ഒരു ക്രിമിനലാണെന്നുള്ളത് തന്നെ. ചിലപ്പോ അവന്റെ ബുദ്ധി മാത്രമായിരിക്കും ഇത്. വല്ലിച്ചന് നിസ്സഹായനായി കൂട്ടു നിൽക്കേണ്ടി വന്നതായിരിക്കാം. അപ്പോ നീ? ഇല്ല, ഇപ്പൊ ഒന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് മാത്രം പറയാം, ഇനി അധികകാലം ബോബന്റെ അപ്പച്ചൻ ഒളിച്ചിരിക്കാൻ സാധ്യമല്ല. ബോബൻ വിഷമിക്കണ്ട. അപ്പച്ചനെ മാത്രം ഓർത്തല്ലേ വിഷമമുള്ളൂ, എന്നെ കുറിച്ച് ഓർക്കാറേ ഇല്ലല്ലോ. എന്താ സെലീന ഇങ്ങനൊക്കെ? നിനക്കിപ്പോ എന്താ വിഷമം? വല്ലാത്ത ക്ഷീണം കുറച്ചു ദിവസമായിട്ട്. എന്താ ഇപ്പൊ ക്ഷീണത്തിന് കാരണം? ക്ഷീണം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. മാനസികം, ശാരീരികം, തൊഴിൽപരം. പക്ഷേ ഇതൊന്നുമല്ല. പിന്നെ എനിക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയാ. ഒരു മൂന്നാമൻ ഈ കുടുംബത്തിലേക്ക് വരാൻ തയ്യാറായോ എന്നൊരു സംശയം. സത്യമാണോ സെലീന നീ പറയുന്നത്? സംശയം ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഒന്നാമത് ഡേറ്റ് തെറ്റിയിട്ട് 2 ആഴ്ചയായി. പിന്നെ ഈ ക്ഷീണം രണ്ടും കൂടി കൂട്ടി നോക്കുമ്പോ. മതി 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 മതി. എങ്കിൽ നാളെ രാവിലെ തന്നെ ഡോക്ടറെ അടുത്ത് പോകണം. ദേ, ഡ്യൂട്ടി ഓഫീസിൽ നിന്നും എൻ്റെ അടുത്ത് പറഞ്ഞേക്കരുത്. ഇതെന്തിനാപ്പ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ഇതിനൊക്കെ ഇത്തിരി സാവകാശം വേണം. പിന്നെ ഇത്രയും കാലം സാവകാശം കാട്ടിയതൊക്കെ മതി. നാളെ 9 മണിക്ക് സിറ്റി ഹോസ്പിറ്റലിൽ. കർത്താവ് കനിഞ്ഞ് എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥന കേട്ടു. അപ്പൊ എന്റെ പ്രാർത്ഥനയോ ബോബൻ?
തുടങ്ങാൻ പോന്നേ ഉള്ളൂ. കർത്താവ് ഇപ്പോഴാ നമുക്കതിനുള്ള സമയം അനുവദിച്ചത്. എന്നാ ഇച്ചായ, എന്നതെങ്ങനെ വരയ്ക്കുന്നേ? അയ്യോ, എന്റെ ഈശോയെ, ഇതേപോലെ പൊള്ളുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഇത്തിരി മരുന്നിന് എന്താ ചെയ്യുന്നേ? ഇച്ചായൻ അനങ്ങാതെ കിടന്നു. ഞാൻ മുറി പുറത്തു നിന്ന് താക്കോലിട്ട് പൂട്ടി അപ്പുറത്ത് ബോബന്റെ കയ്യിൽ ഗുളിക വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ഒച്ചയൊന്നും ഉണ്ടാക്കല്ലേ ഇച്ചായ, ആരെങ്കിലും അറിഞ്ഞു പോയാ. മോനെ ബോബ, അമ്മച്ചിയാ, ഒന്ന് തുറന്നേടാ. എന്നാ അമ്മച്ചി? പനിക്കുള്ള ഗുളിക വല്ല ഇരിപ്പുണ്ടോ? പനിക്കുള്ളത് ആ കാണും, ഇപ്പൊ തരാം. ആർക്കാ അമ്മച്ചി പനി? മേരിക്കുട്ടിക്കാണോ? അല്ല മോളെ, എനിക്ക് തന്നെ. അമ്മച്ചിക്ക് പനിയൊന്നുമില്ലല്ലോ. ഉണ്ട് മോളെ, പനിയുടെ തുടക്ക. എനിക്കതറിയാം. ഉള്ളിലാകെ കുളിരാ, പുറത്ത് ചൂട് കാണത്തില്ല. അപ്പൊ കുറച്ചു കഴിഞ്ഞാ ചുട്ടുപൊള്ളാൻ തുടങ്ങുന്നേ. അതിനു മുന്നേ ഒരു ഗുളിക കഴിച്ചാൽ പനി അങ്ങ് പോവും. അതാ അതിന്റെ പതിവ്. ഇന്നാമച്ചി, ഇനിയിപ്പോ അർദ്ധരാത്രി നിങ്ങളെ വിളിക്കാതെ കഴിക്കാമല്ലോ. അമ്മച്ചി, അമ്മച്ചിക്കാന്നോ പനി? അതെ. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം, ട്രെയിനിന്റെ അറൈവല് പോലെ പനിയുടെ വരവിനുള്ള സിഗ്നൽ നേരത്തെ കിട്ടിയിരിക്കുക. എഴുന്നേറ്റേ. ഈ ഗുളിയും കഴിക്കേ. ഇറങ്ങിയോ? ഇപ്പൊ മാറി ഈ കിടിയെടുപ്പും പനിയൊക്കെ. ഇച്ചിരി നേരം ഉറങ്ങിക്കോ. ഒന്ന് വിയർക്കുമ്പോഴത്തേക്ക് ശരീരമൊക്കെ തണുക്കും. കിടന്നട്ടേ. ദയാപരനായ കർത്താവേ, ആരും തുണയില്ലാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളെ കാത്തോളണമേ. മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും മറച്ചു നിർത്തണമേ. ആപത്തുകൾ വരുമ്പോൾ അവ ഞങ്ങളിലേക്ക് അടുക്കാതെ മാറിപ്പോവാൻ പാത ഒരുക്കണമേ. ഇച്ചയ, ഈ പാതിരാത്രിയിൽ എങ്ങോട്ടാ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അല്ല, നിനക്ക് ഈ രാത്രി ഉറക്കൊന്നുമില്ലേ? വേണ്ട വേണ്ട, വിഷയം മാറ്റണ്ട. എനിക്കിപ്പോ അറിയണം ഇച്ചായൻ എങ്ങോട്ടാ പോണതെന്ന്. ഞാൻ നടക്കാൻ പോവാ, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇച്ചയ, ഇത് വല്ലാത്ത ശല്യമായല്ലോ. ആ എനിക്കറിയാം എന്തുകൊണ്ടാ ഞാനൊരു ശല്യായെന്ന്.
സത്യം പറ, എത്ര കാലായി ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്? എന്ത് ഏർപ്പാട്? ഉരുളണ്ട, സത്യം പറയിച്ചായ, എങ്ങോട്ടാ ഈ യാത്ര? എനിക്കറിയാം ഇച്ചായന് എന്നോട് എന്തിനാണ് ഈ വെറുപ്പെന്ന്. മറ്റാരും ഇച്ചായ സ്നേഹിക്കുന്നുണ്ട്. സത്യം പറ, എന്നോട് ഇത്തിരി പോലും ഇഷ്ടമില്ല ഇച്ചായന്. എന്റെ കർത്താവേ, ഇതിനോടിപ്പം ഞാൻ എന്നാ പറയണ്ടേ? ടിങ്കു, ഞാൻ വേറൊരു കാര്യത്തിന് പോവാ, ഒരു അത്യാവശ്യ കാര്യത്തിന്. അല്ലാതെ നീ കരുതുന്ന പോലെ ഒന്നുമല്ല. ഇച്ചായൻ എന്നോട് സത്യം പറ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. എനിക്കറിയാം ഇച്ചായൻ എന്നോട് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ഛേ, ഇത് വലിയ ശല്യമായല്ലോ. നീ അങ്ങോട്ട് മാറി നിൽക്കേ. കാറ്റ് തട്ടാഞ്ഞിട്ടാ പനി വന്നേ. ഇനി മുതൽ പാതിരാത്രിയാവുമ്പോ ആരും കാണാണ്ട് മുറ്റത്തിറങ്ങി കുറച്ച് നടക്കണം. അന്നാമ്മേ കൂടെ വിളിക്കാം. അന്നാമ്മേ, എടി അന്നാമ്മേ. അല്ലെങ്കിൽ വേണ്ട, ആ ഉറങ്ങിക്കോട്ടെ. ഈ പിലിപ്പോസിനെ പിടിക്കാൻ നീയൊന്നും ആളായിട്ടില്ലടാ. കള്ളം കയറിയ ലക്ഷണമുണ്ട്. നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരു പോലീസുകാരനെ നിർത്തണമെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാ. അപ്പൊ നീ നിയമവും മനുഷ്യത്വം ഒക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. നീരേറ്റി കയറി നിന്റെ മമ്മിയെ കൊല്ലാൻ ശ്രമിച്ചപ്പോ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു, അടുത്ത ഭീഷണി ഇങ്ങോട്ടായിരിക്കുമെന്ന്. ഇവിടെ എന്തോ പിടിവിൽ നടന്ന ലക്ഷണമുണ്ട്. ഒരു കള്ളനല്ലെന്ന് തോന്നുന്നേ, രണ്ടുപേര് കാണും. പക്ഷേ പക്ഷേ കക്കാൻ വന്നവർ ഇവിടെ നിന്ന് എന്തിനു വഴക്കിടണം? ചിലപ്പോ രണ്ട് കള്ളന്മാരും പരസ്പരം അറിയാതെ എത്തിയതായിരിക്കും. കണ്ടപ്പോ വഴക്കായി കാണും. കക്കാൻ വന്നവരാണെന്ന് നിനക്കെന്നെ എത്ര തീർച്ച? കൊല്ലാൻ വന്നവരായിക്കൂടെ? അതിന് തക്കതായ കേസൊന്നും ഇപ്പൊ നിലവിലില്ല. എന്നാ വല്ല സംശയമുണ്ടോ? സംശയമല്ല, ഉറപ്പ്. ഇവിടെ വന്നത് ഒരു പ്രൊഫഷണൽ കള്ളനാണെന്ന് തോന്നുന്നില്ല. ഈ വാച്ച് ഞാൻ എവിടെയോ കണ്ടതായിട്ട് ഓർക്കുന്നല്ലോ. നീ എന്നാ പറഞ്ഞു വരുന്നേ? ഒന്നുകിൽ ആദ്യമായി മോഷണത്തിനിറങ്ങിയ പുതിയ കള്ളൻ, അല്ലെങ്കിൽ ലക്ഷ്യം മോഷണമായിരിക്കത്തില്ല.